ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയാറുണ്ട് അല്ലേ? ശരിയാണ്. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മുടെ ടൈമിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഭാഗത്ത് നമുക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പഠനം രസകരമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഠനത്തിൽ ചില ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതാ പിടിച്ചോളൂ. സാർവത്രിക ധാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ധാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ ഏതാണ്? ഓ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാം? സാർവത്രിക ധാതാവ്. അപ്പൊ ധാതാവ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ആളാണ് അല്ലേ? നമ്മളോട് ഒരാൾ വന്നിട്ട് രക്തം തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓ തരാലോ എന്ന് പറയും അല്ലേ? നമ്മൾ എന്താണ് രക്തം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ തരാലോ. അപ്പൊ സാർവത്രിക ധാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ ഏതാണ്? ഓ ഗ്രൂപ്പാണ്. ഇനി സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ അത് എ ബി ഗ്രൂപ്പാണ്. എ ബി ഗ്രൂപ്പാണ് സാർവത്രിക സ്വീകർത്താവ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് കൊടുക്കാനാവില്ലേ? പലർക്കും കൊടുക്കാനാണ് മടി, വാങ്ങിക്കാൻ സ്വീകരിക്കാൻ വളരെ മുന്നോട്ടാവും അല്ലേ? എത്ര കിട്ടിയാലും നമ്മൾ വാങ്ങിച്ചോളും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ, എ ബി ഗ്രൂപ്പ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് പലർക്കും കൊടുക്കാൻ മടിയായിരിക്കും, സ്വീകരിക്കാൻ ഇങ്ങോട്ട് വാങ്ങിക്കാൻ ഒരു മടി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ പോന്നോട്ടെ. അപ്പോൾ എ ബി ഗ്രൂപ്പാണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. മാറിപ്പോവില്ലല്ലോ. ഇനി ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പാണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ചോദിച്ചാൽ അത് ഓ ഗ്രൂപ്പാണ്. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ചോദിച്ചാൽ അത് എ ബി ഗ്രൂപ്പാണ്. ആന്റിബോഡി ഇല്ലാത്തത് എ ബി ഗ്രൂപ്പാണ്. അപ്പോൾ ബോഡി എന്ന് പറയുമ്പോൾ ബി ആണല്ലേ? അപ്പോൾ ഇതിൽ വരുന്നത് ഏതിലാണ്? എ ബിയിലാണ്. എ ബിയിലാണല്ലോ ബി എന്നുള്ള ലെറ്റർ വരുന്നത്. അപ്പോൾ മാറിപ്പോവില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ചോദിച്ചാൽ അത് എ ബി ഗ്രൂപ്പാണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്.